നമസ്കാരം മഹാത്മാക്കളെ, ഞാൻ മഹേഷ് ഗുരുജി. ഇന്ന് ഈ വീഡിയോയുമായി ഇവിടെ വരാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. മുൻ വീഡിയോകൾ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് സത്യയുഗത്തിലാണ്. സത്യയുഗം കഴിഞ്ഞ 2024 ഡിസംബർ മാസം 21-ാം തീയതി മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. അത് ഞാൻ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട്. അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഒന്നുകൂടി പറയുന്നത്. അപ്പോൾ ജനങ്ങൾ ചിന്തിക്കുന്നൊരു കാര്യം, സത്യയുഗം ആരംഭിച്ചു, എന്നിട്ട് എന്താണൊരു മാറ്റവും കാണാത്തത്? സത്യയുഗം ആരംഭിച്ചു, അത് യൂണിവേഴ്സൽ തലത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടുള്ള എനർജി എല്ലാം ഷിഫ്റ്റായി കഴിഞ്ഞു. അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും സെറ്റായി. അത് 100%. എങ്കിലും അത് ഭൗതികത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി, അതായത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ആ രീതിയിലേക്ക് എത്തുന്നതിന് വേണ്ടി കുറച്ചുകൂടെ സമയമെടുക്കും. അതിനായി ആദ്യം ഞാൻ പല വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ എല്ലാം മനുഷ്യനാണ് തുടങ്ങി വയ്ക്കുന്നത്, ഭൗതികത്തിലുള്ള കാര്യങ്ങളെല്ലാം, അല്ലേ? മറ്റു ചരാചരങ്ങൾ ഈ ഭൂമിയിലുണ്ടെങ്കിൽ പോലും അവയ്ക്കൊന്നും ചലനമില്ല. യഥാർത്ഥത്തിൽ ചലിക്കുന്ന മൃഗങ്ങൾക്ക് പോലും ചലനമില്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം അവർ ചിന്തിക്കുന്നില്ല, അതിനൊന്നിനെക്കുറിച്ചും ബോധർ ചെയ്യുന്നില്ല. ആ സ്ഥാനത്ത് മനുഷ്യൻ അങ്ങനെയല്ല. ഈ ഭൂമിയിലുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും ബോധർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നാലോ അവനവനെക്കുറിച്ച് മാത്രം റിയലി അവർ ബോധേഡല്ല. അവർ പറയും, ഞാൻ ബോധേഡാണ്, ഞാൻ എല്ലാത്തിലും വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറയും. പക്ഷേ സത്യമായ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അവരൊന്നിലും ബോധറിങ് അല്ല. കാരണം അവർക്ക് യഥാർത്ഥത്തിൽ അവർ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്? എന്നെ എന്തിനാണ് ആ വിധാതാവ് ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്? അത് ഞാൻ കൃത്യമായിട്ട് പരിപാലിച്ചു പോകുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഇച്ഛപ്രകാരമാണോ ഞാൻ ജീവിക്കുന്നത്? ഇത്തരം കാര്യങ്ങളൊന്നുമല്ല ചിന്തിക്കുന്നത്. അതിന് പകരമായിട്ട് ഞാൻ പല വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ വീണ്ടും പറയുകയാണ്, ഭൗതികമായ പല കെട്ടുപാടുകളിലേക്കും മാത്രം നീങ്ങുക. അത് വേണ്ടാന്നല്ല പറയുന്നത്, അതും വേണം. ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം, കർമ്മങ്ങൾ ചെയ്യണം. അതിലൊന്നും വിട്ടു നിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്, നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത്? ചുമ്മാ വിധാതാവ് ഇവിടേക്ക് നമ്മളെ വിടുകയില്ല, അല്ലേ? അപ്പോൾ എന്തിനു വേണ്ടിയാണെന്ന് അത് കണ്ടെത്തണം. നമ്മൾ കണ്ടെത്താൻ വേണ്ടി കുറേ ആൾക്കാർ എവിടേക്ക് പോകണേ? നേരെ ഹിമാലയത്തിലേക്കാണ് ഓടി പോകുന്നത്. അവിടെ എന്താ ഇരിക്കുന്നത്? വെറും സ്റ്റുപ്പിഡിറ്റിയാണെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഹിമാലയത്തിൽ പോയിരുന്നിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഹിമാലയത്തിൽ പോയിരിക്കുന്ന അതേ വ്യക്തികൾ നാട്ടിലിരുന്നാലും ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഹിമാലയത്തിൽ പോയിരുന്നിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. വളരെ ചുരുക്കം നിയോഗികളായ ചില സോളുകൾക്ക് മാത്രമേ എന്തെങ്കിലും ചെറിയ ചലനങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത് വ്യക്തമായിട്ടും നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കൊന്നുണ്ട്. അതുകൊണ്ട് ഈ സത്യയുഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാണെങ്കിൽ, സത്യയുഗത്തിൽ നിങ്ങൾ കാത്തിരിക്കുന്ന എല്ലാ ദൈവങ്ങളും വീണ്ടും വന്നിട്ടുണ്ട്. പക്ഷേ ആ ദൈവങ്ങൾക്കൊന്നും ഇവിടെ റോളില്ല എന്ന് മനസ്സിലാക്കണം ആദ്യം, കേട്ടോ. റോളില്ല എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് റോളില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, കേട്ടോ. ഡയറക്റ്റ് റോളുള്ളത് ക്രിയേറ്റർക്ക് മാത്രമാണ്. ദ അൾട്ടിമേറ്റ് ക്രിയേറ്റർ. ഈ ചരാചരങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആ അൾട്ടിമേറ്റ് ക്രിയേറ്റർ, സൂര്യൻ്റെ എനർജിയായും ചന്ദ്രൻ്റെ എനർജിയായും കാറ്റായും വായുവായും പഞ്ചഭൂതഗണങ്ങളെ അങ്ങനെ എല്ലാ അർത്ഥത്തിലും നിറഞ്ഞു നിൽക്കുന്ന, ആ സകലത്തിലും നിറഞ്ഞു നിൽക്കുന്ന, എന്നാൽ സകലതിനെയും ഒരുപോലെ അടക്കി വാഴാൻ കഴിയുന്ന ആ ക്രിയേറ്റർക്ക് മാത്രമാണ് ഈ സത്യയുഗത്തിൽ യഥാർത്ഥമായ റോളുള്ളത്. അതാദ്യം നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കുകയാണ്. ഒരു വിഭാഗം ആൾക്കാർ പറയുന്നു, എനിക്ക് എൻ്റെ യേശു വീണ്ടും വരാൻ പോവുകയാണ്, യേശു വന്നു കഴിഞ്ഞു, യേശു ഇവിടെ ഉണ്ട്, മനസ്സിലായില്ലേ? യേശു ജനിച്ചു കഴിഞ്ഞു. ബുദ്ധിസ്റ്റുകൾ പറയും, അതേ ബുദ്ധൻ വീണ്ടും വരാം. ബുദ്ധനും വന്നു കഴിഞ്ഞു, കൃഷ്ണനും വന്നു കഴിഞ്ഞു, എല്ലാവരും വന്നു കഴിഞ്ഞു. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിയത് കൊണ്ടും അവരൊക്കെ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടും മാത്രമാണ് ഞാൻ പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ എവിടെയാണ് എനിക്ക് കാണിച്ചു തരാൻ പറഞ്ഞാൽ തൽക്കാലം കാണിച്ചു തരാൻ താല്പര്യമില്ല എനിക്ക്. കാരണം നിങ്ങൾ വീണ്ടും ആ പാതയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് സത്യയുഗത്തിൽ വേണ്ടത് ഏകദൈവ സങ്കല്പമാണ്, ഏകദൈവ വിശ്വാസമാണ്, ഏകമതമാണ് വേണ്ടത്. മനസ്സിലാവുന്നുണ്ട്? മനുഷ്യൻ എന്ന ഏകമതം. അതുപോലെ ഏകദൈവം ആരാണ്? സൃഷ്ടാവ്, ദ ക്രിയേറ്റർ, ഓൾമൈറ്റി, അള്ളാഹു, പിതാവ്. മനസ്സിലാവുന്നുണ്ടോ?
അപ്പോൾ അദ്ദേഹവും ഇവിടെ മനുഷ്യരൂപത്തിൽ അവതരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പരമമായ സത്യമാണ്. ഈ സത്യയുഗത്തിൽ സത്യം മാത്രമാണ് വിജയിക്കുകയുള്ളൂ. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടിരുന്ന കാഴ്ചയല്ല ഇനി കാണാൻ പോകുന്നത്. നിങ്ങളുടെ കണ്ണുകൾക്ക് പോലും വിശ്വസിക്കാൻ സാധിക്കാത്ത പലതരത്തിലുള്ള കാഴ്ചകളാവും കാണുക. ഇപ്പോൾ നിങ്ങൾക്കുള്ള ഒരു സമ്പാദ്യം എന്താണ്? സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള സമ്പാദ്യം എന്താണ്? സ്പിരിച്വാലിറ്റിയിൽ നിങ്ങളെ അറിഞ്ഞിട്ടുണ്ടെങ്കിലേ നിങ്ങൾ സമ്പാദിച്ചോളൂ എന്നുള്ള സ്പിരിച്വാലിറ്റിയിൽ. നിങ്ങൾക്കുള്ള ഇപ്പോഴുള്ള സമ്പാദ്യം എന്താണ്? പണ്ട് കാലങ്ങളിൽ ആരൊക്കെയോ എഴുതി വെച്ച, ആ കാലഘട്ടത്തിന് വേണ്ടി എഴുതി വെച്ച ഇതിഹാസ ഗ്രന്ഥങ്ങൾ, മതഗ്രന്ഥങ്ങൾ, അതിനോടനുബന്ധിച്ച് വന്ന മറ്റ് ഗ്രന്ഥങ്ങൾ, ഇതൊക്കെയാണ് നിങ്ങളുടെ അറിവുകൾ. ഈ അറിവിനെ തന്നെയാണ് പൊലിപ്പിച്ച് ഓരോ സ്റ്റേജുകളിലും പറഞ്ഞുകൊണ്ടിരുന്ന് നാട്ടുകാരുടെ സമയം കളയണത്. മനസ്സിലാവുന്നുണ്ടോ? ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ? വല്ലതും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചിട്ടില്ല അല്ലേ? ഇനിയും സംഭവിക്കില്ല. നിങ്ങൾ തുടരുകയാണെങ്കിൽ ഇനിയൊന്നും സംഭവിക്കില്ല. എന്നാലോ ഇവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം? സത്യയുഗം പിറന്ന ഈ സമയത്ത് അണയാൻ പോകുന്ന തീയിൻ്റെ ആളിക്കത്തൽ എന്ന് പറഞ്ഞ പോലെ കലിയുഗം ഭരിച്ചിരുന്ന ചെകുത്താന്മാർ കുറച്ച് സ്ട്രോങ് ആയിരിക്കുകയാണ്. അപ്പോൾ അവർ എന്താണ് ചെയ്യുക? മാക്സിമം അവരിലേക്ക് നിങ്ങളെ അടുപ്പിക്കാൻ നോക്കും. പലതരത്തിലുള്ള അത്ഭുതങ്ങളും നിങ്ങളുടെ മുന്നിൽ അവർ കാണിക്കാൻ ശ്രമിക്കും. നിങ്ങളതിലേക്കെല്ലാം പെട്ടിട്ട് അതാണ് സത്യമെന്ന് വിചാരിച്ച് പോകും. അവസാനം നിങ്ങൾ കുഴിയിൽ ചാടും. ഇതൊക്കെ ഞാൻ പച്ചയായ ഭാഷയിൽ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് അങ്ങനെയെങ്കിലും മനസ്സിലാവട്ടെ എന്ന് വെച്ചിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദൈവത്തിലേക്ക് വരാനാണ് ഞാൻ ക്ഷണിക്കുന്നത്. ദൈവം ഇപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നത് മനസ്സിലായോ നിങ്ങൾക്ക്? ഇതുവരെ കലിയുഗത്തിൽ കലിയുടെ കാളിമ എന്ന് പറഞ്ഞാൽ ചെകുത്താൻ്റെ ആ ഒരു ഭരണം കാരണം യഥാർത്ഥത്തിൽ ഒരു ഈശ്വരീയ ചൈതന്യങ്ങൾക്കും, ഇപ്പോൾ നമ്മൾ ഈശ്വരീയ ചൈതന്യത്തിൻ്റെ അവസാന വാക്കായിട്ട് നമ്മൾ പറയാറുള്ളത് ഭഗവാൻ പരമശിവനെയാണ് അല്ലേ? ആ അദ്ദേഹത്തിന് പോലും ഡയറക്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട്, ഭക്തജനങ്ങളോട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പോൾ അവർക്കുള്ളിലെല്ലാം അവർക്കൊക്കെ വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആ സൃഷ്ടാവ് എന്ത് ചെയ്യും? പലതരത്തിലുള്ള അത്ഭുതങ്ങളും ഓരോരുത്തരുടെയും കാണിച്ചു. ചിലപ്പോൾ ഒരു പാസ്റ്ററിലൂടെയാവും കാണിക്കുന്നത്, ചിലപ്പോൾ ഒരു നമ്പൂതിരിലൂടെയും കാണിക്കുന്നത്, ചിലപ്പോൾ ഒരു മജീഷ്യനിലൂടെയാവും കാണിക്കുന്നത്, ചിലപ്പോൾ ഒരു മന്ത്രവാദിയിലൂടെയാവും കാണിക്കുന്നത്. മനസ്സിലാവുന്നില്ലേ? ഇത് കാണിച്ചു തന്നു. അതൊന്നും അവരുടെയൊന്നും ഗുണമല്ല. അത് സൃഷ്ടാവ് അവിടെ എന്തിനു വേണ്ടിയിട്ട്? അങ്ങനെയെങ്കിലും കുറച്ച് ദൈവത്തെക്കുറിച്ച് ജനങ്ങൾ ഓർക്കട്ടെ എന്ന് കരുതിയിട്ട്. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല. അതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ സത്യയുഗത്തിൻ്റെ ആരംഭത്തോട് കൂടിയിട്ട് സകല ഈശ്വരീയ ചൈതന്യങ്ങളെയും ആവാഹിച്ചെടുത്ത് ഓരോ മനുഷ്യരിലേക്ക് നൽകിയിട്ടുണ്ട്. അതൊന്ന്. ആ മനുഷ്യരെല്ലാം സൃഷ്ടാവിന് വേണ്ടി ജോലി ചെയ്യേണ്ടവരാണ്. ശിവനാകട്ടെ, പാർവതിയാകട്ടെ, അതുപോലുള്ള ജീസസ് ആവട്ടെ, എല്ലാ ഈശ്വരീയ ചൈതന്യങ്ങളും, ബുദ്ധനാകട്ടെ, അങ്ങനെ ഈശ്വരീയ ചൈതന്യങ്ങളെല്ലാം തന്നെ എന്താണ് മനുഷ്യരിലേക്ക് ആ സൃഷ്ടാവ് കൊടുത്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതാരൊക്കെയാണെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ. അവരുടെ എല്ലാം ജോലി എന്താണ്? നിങ്ങളുടെ മുന്നിൽ നിന്ന് വരം തരലല്ല, മറിച്ച് നിങ്ങളെയെല്ലാം തന്നെ സൃഷ്ടാവിലേക്ക് അടുപ്പിക്കലാണ്. കാരണം എന്താണ്? അവർക്ക് ഈ സാധാരണ മനുഷ്യനേക്കാളും ബോധമുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? അവർക്കറിയാം സത്യം എന്താണ്. ഏകദൈവമാണ് സത്യം. ആ ഏകദൈവം എന്ന് പറയുന്നത് ക്രിയേറ്ററാണ്. ആ ക്രിയേറ്ററിലേക്കാണ് ഈ കാണുന്ന ജനത്തെ മുഴുവനും അടുപ്പിച്ച് ഏകദൈവ സങ്കല്പത്തിലേക്കും ഏകദൈവ വിശ്വാസത്തിലേക്കും ഏകദൈവ ആരാധനയിലേക്കും എത്തിക്കേണ്ടത്. അപ്പോഴാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ആ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ തത്വവും പൂർണ്ണമാവുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിലേക്കാണ് വീണ്ടും ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഇതിനെല്ലാം പ്രാപ്തനായ ഒരു ഗുരുവാണ് ഞാൻ. അപ്പോൾ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങളേവരും എന്നിലേക്ക് വന്ന് ഞാൻ കാണിച്ചു തരുന്ന ആ ഈശ്വര ചൈതന്യത്തിലേക്ക് ലയിക്കുക. അതോടൊപ്പം തന്നെ എന്നിലേക്ക് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മോക്ഷം ലഭിക്കുന്നതാണ്. മോക്ഷം ലഭിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? മോക്ഷം ലഭിച്ചാൽ നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭൂമിയിലെ സ്വർഗത്തെ അനുഭവിക്കാനുള്ള അവസരം ലഭിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതോടൊപ്പം മരണാനന്തരം നിങ്ങൾ ഒരിക്കലും അലഞ്ഞു തിരിയുന്ന ദുരാത്മാക്കളായി മാറുകയില്ല. മറിച്ച് ഈശ്വരൻ്റെ കൂടെ തന്നെ നിന്ന് ഇടതും വലതും നിന്നിട്ട് നിങ്ങൾക്ക് മറ്റുള്ള ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മറ്റ് ചരാചരങ്ങൾക്ക്, മനുഷ്യനടക്കമുള്ള ചരാചരങ്ങൾക്ക് നന്മ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് മോക്ഷം ലഭിക്കുമ്പോൾ ലഭിക്കുന്നത്. ജനനമരണങ്ങളില്ലാതെ തന്നെ, വീണ്ടും കഷ്ടപ്പാടുകളിലേക്ക് പോകാതെ തന്നെ നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കേണ്ട സമയമാണ്. അപ്പോൾ ചിലർ പറയും, എനിക്ക് എൻ്റെ യേശുവിനെ മാത്രം മതി, എൻ്റെ യേശുവാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദൈവം. അതിലൊന്നും ഞാൻ എതിര് പറയുന്നില്ല. യേശുദേവൻ വളരെയധികം മഹത്തരമുള്ളൊരു ഗുരുദേവൻ തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ആ യേശുദേവൻ പുനർജനിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇവിടെ എന്ന് കരുതി ആ യേശുദേവൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്ന് മുൻകാലങ്ങളിൽ ചെയ്ത പോലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സൃഷ്ടാവായ ദൈവത്തിലേക്ക് മനുഷ്യരെ അടുപ്പിക്കുക എന്നുള്ളതാണ്.
അയ്യപ്പനാവട്ടെ, മുരുകനാവട്ടെ, ഗണപതി ആവട്ടെ, ശിവനാവട്ടെ, പാർവതി ആവട്ടെ, അങ്ങനെ എല്ലാ ദൈവങ്ങളും നവദുർഗകളാവട്ടെ, അഷ്ടലക്ഷ്മികളാവട്ടെ, ഇവരെല്ലാം ഉണ്ട്, ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇവരെല്ലാം എനർജിയാണിപ്പോൾ, ആസ്ട്രൽ ബോഡിയാണിപ്പോൾ, സോളാണിപ്പോൾ. അവരുടെ എല്ലാവർക്കൊന്നും ഫിസിക്കൽ ബോഡികളില്ല, പക്ഷേ ഏബിളായ ഫിസിക്കൽ ബോഡിയിലേക്ക് അവരെ സൃഷ്ടാവായ ദൈവം സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. അത് കിട്ടിയ ആൾക്കാർക്ക് അറിയാം, മനസ്സിലാവും. അവരൊരിക്കലും അത് പുറത്ത് പറഞ്ഞു നടക്കാൻ പാടില്ല. പറഞ്ഞാൽ അവരിൽ നിന്നും അത് മാറ്റി ഏബിളായിട്ടുള്ള വേറെ ബോഡിയിലേക്ക് കൊടുക്കാനും സൃഷ്ടാവായ ദൈവത്തിന് യാതൊരു മടിയുമില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ കാണിക്കേണ്ടത് എന്താണ്? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നിങ്ങളിന്നീ കാണുന്ന, ഭൂമിയിൽ കാണുന്ന ഒരു ആരാധനാലയങ്ങളിലും ഒരു ഈശ്വരനും ഇരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. കാരണം അങ്ങനെ വീണ്ടും അവിടെ തന്നെ ഇരിക്കാനായിട്ടുള്ള സാഹചര്യം സൃഷ്ടാവായ ദൈവം ഒരുക്കിയാൽ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ചിന്തകൾ പലതരത്തിൽ പോയി, പലതരത്തിലുള്ള വിശ്വാസങ്ങളിൽ പോയി, വീണ്ടും നിങ്ങൾ അടിപ്പെട്ട് നിങ്ങളുടെ യഥാർത്ഥ ജീവിത ലക്ഷ്യം എന്താണെന്ന് മറന്ന് നിങ്ങൾ വീണ്ടും ദുരാത്മാവായി മരിച്ചു പോകും. മനസ്സിലാവുണ്ടോ? അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ അറിയുകയാണ് ചെയ്യുക. പിന്നെ നിങ്ങൾ സൃഷ്ടാവിലേക്ക് വരാനായിട്ട് യാതൊരു മാർഗ്ഗവുമില്ല. പിന്നെ അത്രയും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്കൊരു ജനനം ഉണ്ടാകാൻ പോകുന്നത്. അതും എത്രത്തോളം മറ്റു ജന്മങ്ങളിലൂടെ പോയിട്ടായിരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അതൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത കാര്യം. പക്ഷേ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നത്, നിങ്ങൾ ഓരോരുത്തരും എന്നിലേക്ക് വരികയാണെങ്കിൽ ഗ്യാരണ്ടി ഉണ്ട്, നിങ്ങൾ ഒരിക്കലും എന്ത് സംഭവിക്കില്ല, ദുരാത്മാവായിട്ട് അലയുകയില്ല. അതിനുള്ള കാര്യങ്ങൾ ചെയ്തു തരാനായിട്ടുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത്, സൃഷ്ടാവ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെയാണ്. ആ സൃഷ്ടാവ് തന്നെയാണ് എന്നിൽ വന്ന് വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കേവർക്കും ഇതെല്ലാം ചെയ്തു തരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നിലേക്ക് വരിക. ഇത് ഞാൻ വെറുതെ ഇരുന്ന് പറയുന്ന കാര്യമല്ല. വരുന്നവർക്കെല്ലാം തന്നെ അതിൻ്റെ ഗുണമുണ്ടായിട്ടുണ്ട്. ഇവിടെ പൂജകൾക്കോ മന്ത്രങ്ങൾക്കോ ധ്യാനങ്ങൾക്കോ ഇനി സ്ഥാനമില്ല. പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. മന്ത്രജപങ്ങളിൽ യാതൊരു കാര്യവുമില്ല. ക്ഷേത്രാരാധനകളിലോ അതുപോലെ തന്നെ മറ്റുള്ള മോസ്ക്, ചർച്ച് എന്നീ സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ആരാധനകളിലോ യാതൊരുവിധ കാര്യങ്ങളുമില്ല. ഈ സത്യം നിങ്ങളെ മനസ്സിലാക്കേണ്ട സമയമാണിപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനി നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് പ്രസംഗിക്കുന്ന എനിക്ക് ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, എന്താ പറയുക, നമുക്ക് ഇന്ന സിദ്ധികളിലൂടെ പോയാൽ ഇന്ന കാര്യം നടക്കും, ഈ പറയുന്ന ക്രിയാ ബാബാജി ഇന്നൊരു വ്യക്തിയായിരുന്നു, ക്രിയാ ബാബാജി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ബുദ്ധൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, കൃഷ്ണൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഇതൊന്നും കേട്ടിരുന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു മഹാത്മാക്കളെ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു? നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഇത്തരം കാര്യങ്ങൾ നോക്കിയിരുന്നിട്ട് ഇതാണ് വലുതെന്ന് വിചാരിച്ച് ആ മായയിൽ പെട്ടു പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ നിങ്ങളെന്താണ്, നിങ്ങളിതിങ്ങനെ നഷ്ടപ്പെടുത്തി യൂട്യൂബ് നോക്കിയിരുന്ന് നഷ്ടപ്പെടുത്തി മറ്റു പലരുടെ ഒരു കാര്യവുമില്ലാത്ത ആത്മീയ ചിന്താഗതികളെ, അത് ഞാൻ ഒരു കാര്യമില്ല പറയാൻ കാരണം എന്ന് വെച്ചാൽ ആ കാലഘട്ടങ്ങളിൽ ഇത് ആവശ്യമായിരുന്നു, പക്ഷേ ഈ കാലഘട്ടത്തിൽ അത് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പറയാനായിട്ട് എന്താണ്, സ്പിരിച്വാലിറ്റി കുറിച്ച് വരുന്ന, ഇപ്പോൾ ഞാൻ യൂട്യൂബ് ചാനലിൽ വരുന്ന മിക്ക വീഡിയോസ്, ഇപ്പോൾ യൂട്യൂബ് ചാനലാണല്ലോ ഏറ്റവും ഇതായിട്ട്. ഇപ്പോൾ പണ്ട് ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടാണ് മനുഷ്യന് അറിവ് നേടുന്നത്, ഇപ്പോൾ യൂട്യൂബ് ചാനലിലൂടെയാണ് അറിവുകൾ നേടുന്നത്, അല്ലേ? അപ്പോൾ യൂട്യൂബ് ചാനലിൽ കാണുന്ന വ്യക്തികളിൽ നിങ്ങൾ കാണാം, പല മീഡിയാസിലൂടെയും പല ചാനലിലൂടെയും വന്നിട്ട് ആൾക്കാർ ഇരുന്ന് പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇതൊക്കെ ഇവർ പറയുന്നത് പുതിയൊരു കാര്യമാണോ അവർ പറഞ്ഞു തരുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. കഴിഞ്ഞു പോയതും ആരൊക്കെയോ എഴുതി വച്ചതും എന്തൊക്കെയോ മുൻകാലങ്ങളിൽ സംഭവിച്ചതും ഇല്ലാത്തതുമായ കാര്യങ്ങളാണ് ഇവർ പറഞ്ഞു തരുന്നത്. ഏതോ ഒരു വ്യക്തി പറയുന്നുണ്ടായിരുന്നു, രജനീകാന്ത് എന്ന് പറയുന്നത് ക്രിയാ ബാബാജിയുടെ പുനർജന്മമാണെന്ന്. ശുദ്ധ വിഡ്ഢിത്തരമാണ്. മനസ്സിലാവുന്നുണ്ടോ? ക്രിയാ ബാബാജി പുനർജനിച്ചിട്ടൊന്നുമില്ല. ക്രിയാ ബാബാജിയുടെ ആസ്ട്രൽ ബോഡി എൻ്റെ ഉള്ളിലായിരിക്കുന്നത്. ഇത് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുകയോ? അങ്ങനെ പല ആസ്ട്രൽ ബോഡികളും എൻ്റെ ഉള്ളിലായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയും, ഇയാൾക്ക് എന്താ തെളിവെന്ന് ചോദിക്കും. തെളിവ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ എൻ്റെ മുമ്പിൽ വാ. ഞാൻ ഇവരൊന്നും കാണിച്ചു തരുന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് മോക്ഷം നൽകും, അതിനുള്ള കഴിവ് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ധൈര്യപൂർവ്വം നിങ്ങൾ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഏത് ഈശ്വരീയ ചൈതന്യങ്ങളുടെയും ആസ്ട്രൽ ബോഡികൾ ഏത് നിമിഷവും എന്നിലേക്ക് വന്ന് പ്രവർത്തിക്കും. അല്ലാത്ത സമയങ്ങളിൽ അത് ഏബിളായിട്ടുള്ള മറ്റു മനുഷ്യ ശരീരത്തിലേക്ക്, എൻ്റെ ശിഷ്യന്മാരിലേക്ക് അത് വിധാതാവ് കൊടുത്തിട്ടുണ്ട്. അവർ ഏബിളായതുകൊണ്ട് മാത്രം. അവർ ഏബിളില്ലാന്ന് തോന്നുമ്പോൾ അവരിൽ നിന്നും അത് മാറ്റും. ഏബിളായ വേറൊരു ശരീരത്തിലേക്ക് കൊടുക്കും അത്. മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം കഴിയുന്ന ആ വിധാതാവ് ഇവിടെ ഇറങ്ങി വന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. ആ സത്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇനിയും വിഡ്ഢികളാകല്ലേ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനിയും വിഡ്ഢികളാവല്ലേ നിങ്ങൾ? മതി കേട്ടത്. എന്തൊക്കെ കേൾക്കുന്നു നിങ്ങൾ? ഈ പറഞ്ഞു തന്നെ പറയണം. അതിൻ്റെ പിന്നിൽ കുറേ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കും. ഇതാണ് സത്യം, താങ്കളാണ് സത്യം, താങ്കൾ പറയുന്ന സത്യം, താങ്കൾ പറയുന്നത്. ഇതൊന്നും സത്യമല്ലെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതം നിങ്ങൾ വെറുതെ കളയല്ലേ. ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ് ജീവിതത്തിൽ. സത്യത്തിൻ്റെ മാർഗ്ഗത്തിലേക്ക് വരാൻ ഞാൻ ക്ഷണിക്കുകയാണ് നിങ്ങളെ ഈ സത്യയുഗത്തിൽ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയും ഇതിൽ കൂടുതൽ എങ്ങനെയാണ് പറഞ്ഞുതരാൻ എനിക്കറിയില്ല. ഈ വീഡിയോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ട്
പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇപ്പോൾ ചുറ്റും കാണുന്ന ആത്മീയത വെറും ഒരു ഉപയോഗമില്ലാത്ത ഉപയോഗശൂന്യമായ വെറും വസ്തുക്കളാണെന്ന് മനസ്സിലാക്കിയിട്ട്, അറിവുകളാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ അറിയലാണ്. അതിന് നിങ്ങൾ ദൂരെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. എന്നിലേക്ക് വന്ന് എന്നിൽ എൻ്റെ ശരണമടഞ്ഞാൽ, ഞാൻ തരുന്ന ദീക്ഷ സ്വീകരിച്ചാൽ, അത് ജ്ഞാനോദയ ദീക്ഷ എന്ന് പറയും, ആ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ആ നിമിഷം തന്നെ നിങ്ങളുടെ ഉൾബോധത്തിൽ നിങ്ങൾ ജ്ഞാനോദയം നേടുകയാണ്. അതായത് നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ ജ്ഞാനോദയം നേടുകയാണ്. പിന്നീട് ലിറ്റിൽ ബൈ ലിറ്റിലായിട്ട് നിങ്ങൾക്ക് അപ്ഗ്രഡേഷൻ ആ വിധാതാവ് നൽകിക്കൊണ്ടേയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയും നിങ്ങൾ ആ യൂട്യൂബ് ചാനലും ഈ യൂട്യൂബ് ചാനലും കണ്ട് നിങ്ങൾ സമയം കളയല്ലേ. ഇതാണ് സ്പിരിച്വാലിറ്റി എന്ന് മനസ്സിലാക്കുക നിങ്ങൾ. സത്യയുഗത്തിൽ ഇതാണ് സ്പിരിച്വാലിറ്റി. സത്യയുഗത്തിൽ എന്നല്ല, എല്ലാ യുഗത്തിനും സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാനീ പറഞ്ഞു തരുന്നതാണ്. പക്ഷേ നിങ്ങൾ ഏതൊക്കെയോ ഗ്രന്ഥത്തിൻ്റെയും ഏതൊക്കെയോ മുറിവൈദ്യന്മാരുടെയും ചിലർ വന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കണ കാണാം. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇതാണ് ഇന്നാളുടെ പുനർജന്മം, അങ്ങോട്ട് പോയി ഇന്നുള്ള ഉണ്ട് എന്ന്, നിങ്ങൾക്ക് ഇന്ന ഡയമെൻഷനിൽ പോയി ഇരുന്നാൽ ഇന്നത് കാണാൻ പറ്റും. ഇതൊക്കെ ഇല്യൂഷനാണെന്ന് മനസ്സിലാക്കുക. ഇല്യൂഷൻ എന്നാണ് പറയുക അതിനൊക്കെ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് മറ്റുള്ളവർ, അപ്പോൾ അവർ ചോദിക്കും ഞങ്ങളൊക്കെ പൊട്ടന്മാരാണോ ചോദിക്കും. സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ പൊട്ടന്മാർ തന്നെയാണ്, ഒരു സംശയവുമില്ല. കാരണം കാലം മാറുന്നത് അറിയുന്ന വ്യക്തികളാണ് യഥാർത്ഥ ജ്ഞാനികൾ. യഥാർത്ഥ ബ്രഹ്മജ്ഞാനം എന്താണെന്ന് അറിയുന്നവനാണ് യഥാർത്ഥ ബ്രാഹ്മണൻ. ആ ബ്രഹ്മജ്ഞാനം തരാനാണ്. അത് നിന്നിൽ ജാതിക്കോ മതത്തിനോ അല്ല പ്രാധാന്യം. നീ മനുഷ്യനായിട്ട് എൻ്റെ മുമ്പിൽ വരുമ്പോൾ എം ടി കപ്പായിട്ട്, അതായത് നിൻ്റെ ബ്രെയിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ കാലത്തെ ഒരു സംഭവങ്ങളും ഇല്ലാതെ കണ്ട് നീ എൻ്റെ മുമ്പിൽ പൂർണ്ണമായിട്ടും സറണ്ടർ ആവാൻ വരുന്ന സമയത്ത് ഞാൻ നിനക്ക് തരുന്ന ജ്ഞാനം, അതാണ് ജ്ഞാനോദയം. അതിനെനിക്ക് വലിയ സമയമൊന്നും വേണ്ട, നിമിഷം മതി എനിക്ക് അത് തരാനായിട്ട്. അതിനുള്ള ധൈര്യവും അതിനുള്ള പവറും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്, നിങ്ങൾക്ക് പച്ചയായിട്ട് പറഞ്ഞു തരുന്നത്. കേൾക്കുമ്പോൾ അഹങ്കാരമാണെന്ന് തോന്നും, അഹങ്കാരമല്ല, സത്യമാണിത്. ഇതൊക്കെ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. പിന്നെയും പോവുകയാണ് ഒരേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ആഘോഷങ്ങൾ നല്ലതാണ്, ആഘോഷിച്ചോളൂ. കാരണം അത് നല്ലതാണ്. ജീവിതത്തിൽ നമുക്കൊരു മാനസിക ഉല്ലാസം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ആഘോഷങ്ങൾ, നല്ല ആഘോഷങ്ങളാവാം, അതിന് വിരോധമൊന്നുമില്ല, അതൊന്നും വേണ്ടെന്ന് ആരും പറയുന്നില്ല. പക്ഷേ അന്ധമായ മതവിശ്വാസം, അന്ധമായ ക്ഷേത്രാരാധനാ വിശ്വാസങ്ങൾ, അന്ധമായ അതായത് ദൈവത്തിൻ്റെ റോള് കഴിഞ്ഞ സമയം ചില ദൈവങ്ങൾ, അതായത് അവരും ദൈവം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല, ഗുരുക്കന്മാരെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ കൃഷ്ണനാണെങ്കിലും രാമനാണെങ്കിലും ജീസസ് ആണെങ്കിലും അവർക്ക് ഗുരുക്കന്മാരാണ്. അവർക്ക് ശിവനാണെങ്കിലും മഹാഗുരുവാണ്. മനസ്സിലാവുള്ളൂ. അതിലും മീതെ നിൽക്കുന്ന സൃഷ്ടാവുണ്ട്. അതിനെ നിങ്ങൾക്ക് ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ആ സൃഷ്ടാവാണ് എല്ലാം നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. ശിവനിലൂടെയാണെങ്കിലും രാമനിലൂടെയാണെങ്കിലും കൃഷ്ണനിലൂടെയാണെങ്കിലും ജീസസിലൂടെയാണെങ്കിലും ബുദ്ധനിലൂടെയാണെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരുന്നത് ആരാണ്? ഇപ്പോൾ എന്നിലൂടെയാണെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരുന്നത് ആരാണ്? ആ സൃഷ്ടാവാണ്. ആ സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ആ സൃഷ്ടാവിലേക്ക് വാ. ആ സൃഷ്ടാവിലേക്ക് ഞാൻ എത്തിച്ചു തരാം നിങ്ങളെ. എനിക്കതിന് വലിയ സമയം വേണം. കാരണം ആ സൃഷ്ടാവ് എന്നിൽ വന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ആ സൃഷ്ടാവ് തന്നെയാണ് നിങ്ങൾക്ക് ജ്ഞാനോദയ ദീക്ഷ നൽകി നിങ്ങളെ ആ നിമിഷം തന്നെ ജ്ഞാനോദയത്തിലേക്ക് എത്തിക്കുന്നത്. 200-ൽ പരം ശിഷ്യന്മാർ ഇപ്പോൾ എന്നിൽ നിന്നും ജ്ഞാനോദയം നേടി പോയിട്ടുണ്ട്. നല്ല നല്ല ജീവിത സാഹചര്യങ്ങളോട് അവർ ജീവിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഈ കാണുന്നൊന്നുമല്ല ലോകം. അത് ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ. ഇനി വരാൻ പോകുന്നത് ഏകദൈവ വിശ്വാസം മാത്രമാണ്. ഏകദൈവം, അത് സൃഷ്ടാവായ ദൈവം. ആ സൃഷ്ടാവായ ദൈവത്തിലേക്ക് വരാത്ത ഒരുത്തനെയും മനസ്സമാനത്തോടെ ജീവിക്കാനായിട്ട് ദൈവം അനുവദിക്കില്ല. അത് ആ സൃഷ്ടാവിലേക്ക് എത്തുന്നത് വരെ ശരിക്കും പരീക്ഷിച്ചുകൊണ്ടിരിക്കും. ശരിക്കും പരീക്ഷണം കിട്ടിക്കൊണ്ടിരിക്കും. ദുരിതങ്ങളിൽ ചെന്നപ്പെടാതെ നേരത്തെ തന്നെ ഒരു നിമിഷം നേരത്തെ എന്നിലേക്ക് വന്ന് അന്ത്യശരണമടഞ്ഞ് ഇനി എനിക്ക് വേറെ ഒന്നുമില്ല, ആ സൃഷ്ടാവായ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്, എന്ന് ചിന്തിച്ചുകൊണ്ട്, ഉൾക്കൊണ്ടുകൊണ്ട് എന്നിലേക്ക് വന്ന് നിങ്ങൾ ഓരോരുത്തരും ഈ ജ്ഞാനോദയ ദീക്ഷ സ്വീകരിച്ച് ജീവിതത്തിൽ നല്ല മാർഗ്ഗങ്ങളിലേക്ക് കടന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗം അനുഭവിച്ച് മരണാനന്തരവും സ്വർഗം അനുഭവിക്കാൻ ഉള്ള അവസരം ഉണ്ടാക്കി തരാൻ എനിക്ക് സാധിക്കും. ഈ ജ്ഞാനോദയം കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട. ഇത് വേറെ മറച്ചു വയ്ക്കുന്നൊരു കാര്യങ്ങളൊന്നുമില്ല. ഈ ജ്ഞാനോദയ ദീക്ഷ കിട്ടിയാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലെ സ്വർഗം അനുഭവിക്കാനായി തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നർത്ഥം. അത് മാസങ്ങൾക്കുള്ളിലോ വർഷങ്ങൾക്കുള്ളിലോ നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ എത്തിത്തുള്ളൂ. ഭൂമിയിലെ സ്വർഗം എന്താണ്? മനസ്സമാത്രത്തോട് ജീവിക്കുക, അല്ലേ? ഫസ്റ്റ് കേസ്. അസുഖങ്ങൾ അധികം ഇല്ലാതെ ജീവിക്കുക. ചെറിയ അസുഖങ്ങൾക്ക് വരാത്ത മനുഷ്യന്മാരില്ല. അത് രണ്ടാമത്തെ കേസ്. കടബാധ്യതകളും മറ്റു ദുരിതങ്ങളും മറ്റ് കുടുംബപരമായ പ്രശ്നങ്ങളും ഇല്ലാതെ കൊണ്ട് ജീവിക്കുക. നെഗറ്റീവ് എനർജികൾ അറ്റാക്ക് ഇല്ലാണ്ട് ജീവിക്കുക. ഇതൊക്കെയല്ലേ ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ എന്ത് സ്വർഗം നിങ്ങൾക്ക് വേണ്ടത്? ഈ സ്വർഗമൊക്കെ കിട്ടും. അത് കഴിഞ്ഞ് നിങ്ങൾ മരിച്ചു പോകുമ്പോൾ നിങ്ങൾ ഒരിക്കലും അലയില്ല. ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ ആത്മാവ് അവൻ ജീവിച്ചിരുന്ന ശരീരത്തിൽ നിന്നും വേർപെട്ട് പോകുന്ന സമയത്ത് പിന്നെ അവൻ അലയുകയാണ്.
ഒരു ദുർസ്വപ്നം കണ്ടുകൊണ്ടേ അലയുകയാണ്. അവന് ശാന്തിയില്ല. നിങ്ങളിവിടെ ശ്രാദ്ധ കൂട്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ബലി കഴിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങളിലൂടെ പോയിട്ടോ ആ ആത്മാവിന് ഒന്നും കിട്ടുന്നില്ല. നിങ്ങളത് മനസ്സിലാക്കുക. അവന് മോക്ഷം കൊടുത്തെങ്കിൽ മാത്രമേ അവന് ശാന്തി കിട്ടുന്നുള്ളൂ. കോടാനുകൂടി ആത്മാക്കൾ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ മുതലൊരാളാവരുത്. അതിന് വേണ്ടിയിട്ടാണ് സൃഷ്ടാവ് ഇറങ്ങി വന്ന് നിങ്ങളോട് ഇപ്പോൾ എൻ്റെ ഈ രൂപത്തിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യകതയുണ്ട്. അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഒരു ഫോർമാലിറ്റിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഒളിച്ചു വെക്കാനായിട്ട് ഒന്നുമില്ല. ഒരു മന്ത്രത്തിൻ്റെ പിൻബലം എനിക്ക് ആവശ്യമില്ല. ഒരു യന്ത്രത്തിൻ്റെ പിൻബലം എനിക്ക് ആവശ്യമില്ല. ഒരു പുരാണ ഗ്രന്ഥത്തിൻ്റെ പിൻബലം എനിക്ക് ആവശ്യമില്ല. സത്യത്തിൻ്റെ പിൻബലം മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. ആ സത്യത്തിൻ്റെ മുന്നിരുന്നോണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും എത്രയും പെട്ടെന്ന് എന്നിലേക്ക് വരണം. വരാൻ മടി കാണിക്കുന്ന ഓരോരുത്തർക്കും ശിക്ഷയുടെ കാഠിന്യം കൂടിക്കൊണ്ടിരിക്കുകയും. ഇത് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊരു വാണിംഗ് ആണ്. ഇനിയും അധികം സമയമൊന്നുമില്ല. ശ്രമിക്കില്ല ഇനി അധികം. എല്ലാവരും വന്നോളണം. ഈ വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ ഇത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളണം. കൊടുത്ത് നിങ്ങൾക്കും ഇതിലൊരു ഭാഗമാക്കാൻ സാധിക്കണം. നിങ്ങളുടെ ജീവിതം നന്നാവുന്നത് പോലെ മറ്റുള്ള ഓരോരുത്തരുടെ ജീവിതം നന്നാവണം. ഇത് ഇത്രയും ആധികാരികമായിട്ട് പറയാൻ അധികാരം എനിക്ക് സൃഷ്ടാവ് തന്നുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇത് അഹങ്കാരത്തിൻ്റെ ഭാഷയല്ല. ഒരു ഗുരുവിൻ്റെ ഉപദേശമായിട്ട് മാത്രം കരുതുക. മനസ്സിലാവുന്നുള്ളൂ? എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. സത്യയുഗത്തിൽ സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ. സത്യമേവ ജയതേ. നന്ദി, നമസ്കാരം.